വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 19 മുതൽ. ആകയാൽ യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ കാര്യങ്ങളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉയർത്തി ജീവിപ്പിക്കുന്ന പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെയേറ്റ് പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ അപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അറിഞ്ഞിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നതായ നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ആശ്രയിക്കപ്പെട്ടവരെ, ജീവനപ്പെരുന്നാളും പ്രതിഷ്ഠാ പെരുന്നാളും കഴിഞ്ഞിരിക്കുന്നതായ സമയം കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ മുന്നോടിയായി വഴികാട്ടിയായി വന്ന യോഹന്നാൻ സ്നാപകനെ ഓർക്കുന്നത് നമ്മുടെ ധർമ്മമാണ്, കടമയാണ്. അങ്ങനെ യേശുവിൻ്റെ ജനനം മുതൽ രണ്ടാമത്തെ വരെയുള്ള കാര്യങ്ങൾ ഓർക്കുന്ന ഒരു വർഷത്തെ സഭാ കലണ്ടറിലെ 3-ാം വാരത്തിലേക്ക് നമ്മൾ വരുന്നു. പ്രാർത്ഥനയുടെ മറുപടിയായി കാലത്തികമെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ജനിച്ചത് കർത്താവിൻ്റെ ജനനത്തിന് 6 മാസം മുമ്പാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ കർത്താവിൻ്റെ ജനനത്തിന് 6 മാസം മുമ്പ് മാത്രമേ ഈ വഴികാട്ടുന്ന ആൾ ജനിക്കാവുന്ന പിതാവിന് നിശ്ചയമുണ്ടായിരുന്നതുകൊണ്ടാണ് എലിസബത്തിനും സഖറിയായ്ക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്ന കാര്യം വളരെ നീണ്ടുപോയത്. അവരുടെ ആഗ്രഹപ്രകാരം അവരുദ്ദേശിച്ച സമയത്ത് നടന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാകാൻ അത് വൈകിയായിരുന്നു ലഭിക്കേണ്ടതെന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാത്തത് കർത്താവിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനുണ്ട്. കർത്താവിനെ കാലാകാലങ്ങളിൽ നടപ്പിലാക്കേണ്ടതായ, കർത്താവിൻ്റെ കല്യാണത്തിന് മുമ്പ് നടത്തേണ്ടതായ കാര്യങ്ങൾ യഥാസമയത്തെ നടക്കാവൂ. സമയത്തിന് മുമ്പ് നടന്നു പോയാൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ പല കാര്യങ്ങളും നീണ്ടുപോകുന്നു എന്നുള്ളൊരു സന്ദേശം യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിലുണ്ട്. നമ്മളെ കേന്ദ്രമാക്കി ചിന്തിക്കുമ്പോഴാണ് പലതും കിട്ടിയില്ലല്ലോ, താമസിച്ചു പോയല്ലോ, എന്താ കിട്ടാത്തത്. നമ്മൾ ദൈവത്തെ കേന്ദ്രമാക്കി ദൈവ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കാലം തികഞ്ഞില്ല എന്ന് വിചാരിക്കണം. കാലം തികയാത്തപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ദൈവപദ്ധതിക്ക് സഹകരിക്കുന്ന ഒരു കുഞ്ഞിനെ കിട്ടണമെങ്കിൽ പ്രാണന്റെ മുഴുവൻ വിശുദ്ധീകരണം നടന്ന് ആത്മാവിൽ കുഞ്ഞ് ജനിച്ച് വളർന്നെങ്കിൽ മാത്രമേ ദൈവത്തോട് സഹകരിക്കാനൊക്കെ ഉള്ളൂ. വഴികാട്ടിയായി വരുന്നയാൾ വഴിയുണ്ടാക്കിയതിന് ശേഷം വഴിമുടക്കിയാകാൻ പാടില്ല. അതേ വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു ശിശു ആയതുകൊണ്ടാണ് തൻ്റെ പണി തൻ്റെ പണി എന്തല്ലെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞ് കൃത്യസമയത്ത് മരുഭൂമിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. കൃത്യസമയത്ത് വേല തുടങ്ങി, ഏൽപ്പിച്ച പണി ചെയ്തു, വഴിയൊരുക്കിയിട്ട് വഴി മാറിക്കൊടുത്തു. ഞാനോ കുറയണം അവനോ വളരണമെന്ന് പറഞ്ഞ് മാറിക്കൊടുത്തതുകൊണ്ടാണ് കർത്താവിനെ തൻ്റെ വേല പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. നമ്മളുടെയും ജീവിതത്തിൽ ദൈവം വലുതൊക്കെ നമ്മളെല്ലാം ഏൽപ്പിച്ചാൽ സമയത്തിന് മുമ്പേ കയറി ചെല്ലുമോ, സമയം കഴിഞ്ഞ് കടിച്ചു തൂങ്ങി അവിടെ കിടക്കുമോ, നമ്മളെവിടെയെങ്കിലും വഴിയൊരുക്കിയാൽ ഇത് എൻ്റെ വഴിയാണ്, എനിക്ക് ടോള് വന്നിട്ടേ പോകാവൂ എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു നിർത്തുമോ? ഇങ്ങനെയൊക്കെയുള്ള ബലഹീനത നമുക്ക് വരാം. നമ്മുടെ സ്വയം ദൈവപദ്ധതിക്ക് തടസ്സമായി നിൽക്കുന്ന ശത്രുവാണ്. നമ്മുടെ സ്വയത്തിനകത്ത് മറിഞ്ഞിരിക്കുന്ന തിന്മയാണ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് തടസ്സങ്ങൾ വരുത്തുന്നത്. സ്വയത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ദൈവപദ്ധതി നടപ്പിലാക്കി ദൈവരാജ്യത്തിന് നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷം ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതൊരു സത്യമാണ്. നമ്മൾ ഇന്ന് വായിച്ചതായ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആ സന്ദേശമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്.
നമ്മുടെ കൂടപ്പിറപ്പായ നമ്മുടെ ജഡവും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വയവുമാണ് പിശാചിൻ്റെ ഒളിപ്പിടങ്ങൾ. അവിടെ നിന്ന് ആ പിശാചിനെ ഓടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ നീതിയോ സമാധാനം പരിശുദ്ധാത്മാവ് സന്തോഷം ആസ്വദിക്കാൻ പറ്റുള്ളൂ. നീതിയോ സമാധാനമോ പരിശുദ്ധാത്മാവ് സന്തോഷമോ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാചിൻ്റെ രാജ്യം നമ്മളിൽ നിന്ന് മാറിയിട്ടില്ല. ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ ആ പിശാചിൻ്റെ രാജ്യം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ന്യായമായ ഒരു അവകാശമാണെങ്കിൽ ദൈവം സമ്മതിക്കുകയും ചെയ്യും. നമ്മൾ നമ്മളെ തന്നെ പിശാചിന് വയ്ക്കുകയും പിശാചിൻ്റെ ഇഷ്ടത്തിന് അടിമ വെക്കുകയും പിശാചിൻ്റെ ഇഷ്ടങ്ങൾ കൂട്ടു നിൽക്കുകയും ചെയ്തതിന് ശേഷം നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പറയും, എൻ്റെ രാജ്യം വരാൻ സമയമായിട്ടില്ല, പിശാചിൻ്റെ രാജ്യം ഇപ്പോൾ അവിടെയുള്ളത്, ആ രാജ്യം നടക്കട്ടെ എന്ന് പറയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ പിശാചിൻ്റെ രാജ്യം തീർന്നോ ദൈവത്തിൻ്റെ രാജ്യം വന്നോ എന്നുള്ളത് എന്നും പരിശോധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പിശാചിൻ്റെ രാജ്യം കയറി വന്ന വഴികൾ, അത് കൊടിനാട്ടി ഭരണം നടത്തുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യായമായി അവൻ ചോദിക്കുന്ന പൊന്നുമുല കൊടുത്ത് മറുവില കൊടുത്ത് ഒക്കെ കൊടുത്തതിന് ശേഷമേ പിശാചിൻ്റെ രാജ്യത്തിൻ്റെ അതിര് മാറ്റി ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിര് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ പല വാഗ്ദത്തങ്ങളും തടസ്സപ്പെടുന്നതിൻ്റെ കാരണം പിശാചിൻ്റെ രാജ്യം മാറാത്തതുകൊണ്ടും ദൈവത്തിൻ്റെ രാജ്യം വരാൻ തടസ്സമുള്ളതുകൊണ്ടുമാണ്. അപ്പോസ്തലനായ പൗലോസിന് പെന്തിക്കോസ് കഴിഞ്ഞൊരു 8 കൊല്ലം കഴിഞ്ഞ് അപ്പോസ്തല പദവിയിലേക്ക് വരാൻ കഴിഞ്ഞുള്ളൂ. പെന്തിക്കോസ് പെരുന്നാൾ ഈ അപ്പോസ്തലനായ പൗലോസ് ശൗലായി ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് നടക്കുന്ന ആളായിരുന്നു. 8 കൊല്ലം അത് തുടർന്നു. അനേകർ അടികൊണ്ടു, അനേകർ കൊല്ലപ്പെട്ടു, സ്തെഫാനോസ് കല്ലെറിയപ്പെട്ടു, കല്ലേറുകൊണ്ടു. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം കല്ലേറ് കൊള്ളുന്നതിനിടയിൽ സ്തെഫാനസിൽ കൂടെ ശൗലിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ പൗലോസിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെയും ദൈവവചനങ്ങളുടെയും ഒരു പുതിയ വെളിച്ചം ഒരു വെളിപ്പാടുണ്ടാകുകയാണ്. തൻ്റെ സ്വയവും തൻ്റെ ജഡവും പിശാചിൻ്റെ വെളിപ്പടമായി നിന്നുകൊണ്ട് കപടഭക്തിയിൽ ആണ് തൻ്റെ സഭാസേവനം. പരീശനായി വലിയ ഭക്തനായി ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന ഒരു പുണ്യമായി ആയിട്ടാണ് താൻ കരുതിയത്. തൻ്റെ ആ ചിന്താഗതിയെ മാറ്റിമറിക്കുവാൻ സ്തെഫാനോസിന് സഹനത്തിന് കഴിഞ്ഞു. സ്തെഫാനോസിന് കല്ലെറിഞ്ഞവിടെ ഒരു വിരോധമില്ല, അവരറിയാതെ അത് ചെയ്യുന്നു എന്നുള്ള ബോധം തനിക്കുണ്ടായിരുന്നു. അങ്ങനെ സ്തെഫാനോസിനെ കല്ലെറിയുന്നത് കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർ കേൾക്കെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കുന്നത് കണ്ടപ്പോൾ അതെല്ലാം പൗലോസിൻ്റെ മാനസാന്തരത്തിന് മുഖാന്തരമായി തീർന്നു. നമ്മുടെ പ്രതികരണങ്ങൾ കൊണ്ട്, നമ്മുടെ സഹനം കൊണ്ട് നമുക്ക് ആരെയും മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മുൻവിധികൾ, തെറ്റിദ്ധാരണകൾ, മിഥ്യാബോധങ്ങൾ, മുതലായവ ഗർഭം മുതലേ നമ്മളെ ഭരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമുക്ക് സന്തോഷിക്കാനൊക്കാത്തത്, സമാധാനം ആസ്വദിക്കാനൊക്കാത്തത്, നമ്മുടെ ജീവിതത്തിൽ നീതി നടക്കാത്തത്. അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ 25 നോയമ്പെങ്കിലും കർത്താവിൻ്റെ ജനനത്തിന്, കർത്താവിൻ്റെ വളർച്ചയ്ക്ക്, ദൈവരാജ്യം നമ്മൾ പ്രവേശിക്കുന്നതിന് മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഡിസംബർ മാസം 1-ാം തീയതി മുതൽ ആരംഭിക്കുന്ന 25 നോയമ്പ് കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ ഒരുങ്ങുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. പൗലോസ് മാനസാന്തരപ്പെട്ട ശേഷം അറേബ്യയിൽ തപസ് ചെയ്ത് തൻ്റെ കുറവുകൾ കണ്ടെത്തി പരിഹാരം വരുത്തി 100% ആത്മനിറവുള്ളയാളായി ആത്മഫലങ്ങൾ വിളയിക്കുന്ന സാഹചര്യത്തിൽ പൗലോസിനെ യൂറോപ്പിനെ മുഴുവൻ സുവിശേഷീകരിച്ച് താൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് നടന്നതിൻ്റെ ആ ശാപം മുഴുവൻ തീരുവാൻ താൻ ഒത്തിരി അടി കൊള്ളുകയും കല്ലേറുകൾക്കൊക്കെ ചെയ്തു. അതെല്ലാം നീതിയോടെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞാൻ ഒത്തിരി പേരെ തല്ലിയതാ, ഞാൻ കൊള്ളേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ കുമ്പസാരത്തിന് ശേഷമുള്ള നമ്മുടെ പ്രായശ്ചിത്തങ്ങളിലൂടെ കഴിഞ്ഞെങ്കിലേ പാപമോചനത്തിൻ്റെ അനുഭവം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. മാനസാന്തരപ്പെട്ടവരൊക്കെയും മാനസാന്തരപ്പെട്ട ശേഷം സത്യകുമ്പസാരം നടത്തിയതിന് ശേഷം അവർ തന്നെ അവരെ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സക്കായി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ അന്യായമായി അപകരിച്ചതെല്ലാം ഞാൻ തിരിച്ചു കൊടുത്തോളാം, ശിക്ഷയായിട്ട് ഞാൻ എന്നെ ഇരട്ടി കൊടുത്തോളാം, 4 ഇരട്ടി കൊടുത്തോളാം എന്നൊക്കെ തീരുമാനിച്ചപ്പോഴാണ് രക്ഷ പൂർണ്ണമായി തൻ്റെ വീട്ടിലേക്ക് വന്നത്. നമ്മുടെ ഭവനകൂദാശയും വീടുകൂദാശയും പൂർണ്ണമാകണമെങ്കിൽ അശുദ്ധി കയറി വന്ന വഴികളിൽ കൂടെ തന്നെ അശുദ്ധി കയറി വന്ന സാധനങ്ങൾ തിരിച്ചു വിടണം. അങ്ങനെ
സക്കായിയുടെ ഭവൻ രക്ഷിക്കപ്പെട്ടത് അശുദ്ധി കയറി വന്ന വഴിയെ തന്നെ അതിലെ തന്നെ താൻ സമ്പാദിച്ചതായ വസ്തുക്കൾ തിരിച്ചുവിട്ട് തൻ്റെ വീട് ന്യായമായ വരുമാനം മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞപ്പോഴാണ് രക്ഷയുടെ പൂർണ്ണമായത്. അതുപോലെ എല്ലാ പള്ളികളും കുദാശുദ്ധായിക്കല്ലേ ശുദ്ധീകരണ പെരുന്നാളിൽ ഒന്നുകൂടെ കുദാശ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഈ പള്ളിക്ക് രക്ഷ വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നത് നിങ്ങൾ പള്ളി വെച്ച് കേട്ടോ. പള്ളിയിൽ വന്നവരുടെയും പള്ളിയുടെയും ശുദ്ധീകരണം പുതുക്കിയെങ്കിൽ മാത്രമേ പള്ളിയിൽ വരുന്നവർക്ക് രക്ഷയുടെ അനുഭവം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. പള്ളിയിൽ അന്യായമായ വരുമാനമുള്ളത് അവിടെ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ ദൈവം അങ്ങോട്ട് കയറുകയില്ല. പള്ളിയിലെ കമ്മിറ്റിക്കാരൻ, ട്രസ്റ്റി, സെക്രട്ടറി എല്ലാം കൂടെ ഒന്നിച്ചു കൂടി ഒരു വിവേചന പ്രാർത്ഥന നടത്തണം. പള്ളിയിലെ ഭണ്ഡാരത്തിൽ വന്ന പൈസ എല്ലാം പരിശുദ്ധമാണോ? പള്ളിയിൽ ഓരോരുത്തർ തന്നിരിക്കുന്ന സംഭാവനകളെല്ലാം പരിശുദ്ധമാണോ? പിശാചിന് അവകാശമുള്ളതുണ്ടെങ്കിൽ അത് അശുദ്ധി കയറി വരുന്ന വഴിയായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് എല്ലാ പള്ളികളിലും ദൈവത്തിന് വേണ്ടാത്തത് വല്ലതും വന്ന് കയറിയിട്ടുണ്ട്. പള്ളിയിൽ കൂടെ മോഷ്ടിക്കാൻ പോകുന്ന കള്ളനും നേർച്ച നേരും എന്നെ പോലീസ് പിടിക്കാതിരിക്കാമെങ്കിൽ ഞാൻ കിട്ടുന്നതിൻ്റെ 10 തന്നേക്കാമെന്ന് പറയും. ആ 10 ദൈവത്തിന് വേണോ? എടുക്കുമോ? വ്യഭിചാരത്തിന് പോകുന്ന സ്ത്രീയോ പുരുഷനോ ഇതാരും കണ്ടുപിടിക്കരുത്, രഹസ്യമായിരിക്കണം. അതിനുവേണ്ടി ദൈവമായിട്ട് ഒരു എഗ്രിമെൻ്റ് നടത്തി ഞാൻ ഇത്ര രൂപ പള്ളിയിലിട്ടേക്കാം, ഞങ്ങളെ ആരും പിടിക്കരുത്, ഞങ്ങൾക്ക് ഈ പരിപാടി തുടരണം. അങ്ങനത്തെ പൈസ ഭണ്ഡാരത്തിൽ കാണുന്നതിൽ കാണും. പള്ളിയുടെ കുരിശും തൊട്ടിയിൽ വഴിയെ പോകുന്നവരാരെല്ലാം എന്തെല്ലാം കാര്യത്തിന് വേണ്ടി നേർച്ചയിട്ട് കാണും. അമ്മായിയമ്മയെ കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മായിയമ്മ തട്ടിപ്പോകാൻ വേണ്ടി നേർച്ച തരുന്ന നേർച്ചയായി ഇതിനകത്ത് കാണുന്നതിൽ. അമ്മായിയപ്പനെയോ നാത്തുവിനെയോ അയൽവക്കംകാരെയോ തട്ടാൻ വേണ്ടി സഹതായെ കൂട്ടുപിടിച്ച് കൈക്കൂലി കൊടുക്കുന്ന എത്രയോ പേര് കാണും. അതെല്ലാം ഭണ്ഡാരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പള്ളിയുടെ കണക്കിലോട്ട് കൂട്ടിക്കഴിയുമ്പോൾ അവിടെ ദൈവം കാണുമോ? പള്ളിയിൽ കള്ളം കയറുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? പള്ളിയിൽ കർത്താവിന് വേണ്ടാത്ത സാധനം ഇരിപ്പുണ്ടോ? കർത്താവ് അവിടെ നിന്ന് മാറും. കള്ളനോട് പറയും നീ കയറിക്കൂടാന്ന് പറയും. എനിക്ക് വേണ്ടാത്ത സാധനം നീ എടുത്തുകൊണ്ട് നോക്കണം പറയും. അപ്പോൾ ഈ ഒരു കാര്യം പള്ളിയിൽ മാത്രമല്ല, നമ്മൾ ചലിക്കുന്ന പള്ളികളാകേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ വീട്ടിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ദൈവം അവിടെ നിന്ന് മാറിക്കളയും. അത് മാറ്റാതെ നമുക്ക് വിശുദ്ധി പൂർത്തീകരിക്കാൻ സാധ്യമല്ല. അത് വിവേചിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ശുദ്ധീകരണ പെരുന്നാളും പ്രതീക്ഷാ പെരുന്നാളും കഴിഞ്ഞിട്ടും അനുഗ്രഹം കിട്ടുന്നില്ലെങ്കിൽ അശുദ്ധി ഇനിയും ഇരിപ്പുണ്ടായിരിക്കാം, ദൈവം പ്രതീക്ഷ സ്വീകരിച്ചില്ലായിരിക്കാം, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ സാധിക്കാതെ വണ്ണം പ്രഭാഷകൻ 27:27 ഇന്നലെ വായിച്ചതുപോലെ തിന്മ ചെയ്തവന് തിരിച്ചടി ഉണ്ടാവും. തിന്മപ്പെട്ട അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരും. അത് ദൈവം തരുന്നതല്ല, പിശാചും പാവം കൂടെ നമുക്ക് തരുന്നതാണ്. ഇതെവിടുന്ന് വന്നു, എങ്ങനെ വന്നു വിചാരിച്ച് നമ്മൾ അന്താളിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളും നമ്മുടെ പൂർവികരും ചെയ്തതായ തിന്മകൾ തിരിച്ചടിക്കും. എവിടുന്ന് വന്നിട്ട് അറിയുകയുമില്ല. നല്ല പിള്ള ചമയുകയും ചെയ്യും. അയ്യോ, ഞാൻ പരമാർത്ഥമായിട്ടിരിക്കാനാ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, വേദോത്സവം വായിക്കുന്നുണ്ട്, ഞാൻ പരിവലിക്ക് പോയതാണ്, നടന്നതാണല്ലോ, എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചൊന്നും ഇരിക്കും. നമ്മൾ വചനപ്രകാരം നമ്മൾ നല്ലവണ്ണം ശോധന ചെയ്ത് നമ്മുടെ സ്വയത്തിലും ജഡത്തിലും എന്തുമാത്രം തിന്മയും അശുദ്ധിയും കെട്ടിക്കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കി അതിനോട് യാത്ര പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമാകൂ. നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ടെന്ന് ശത്രുക്കൾ കൂടെ കണ്ടുപിടിച്ച് പറയാൻ സാധിക്കണം. ഇസ്ഹാക്കിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് ശത്രുവാണെന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് ഒഴിച്ച കിണറൊക്കെയും അവതരിച്ച് ഇസ്ഹാക്കിനെ അസൂയോടെ ഉപദ്രവിച്ചവരവസാനം മനം തിരിഞ്ഞു. പിന്നെന്തെല്ലാം അവനെ അവഹരിച്ചിട്ടും ദൂഷണം പറഞ്ഞിട്ടും അവനൊരു ചുളുക്കവുമില്ല. ദൈവം അവന് 100 മേനി വിളവുള്ള കൃഷി നടത്താനും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ സഹായിക്കുന്ന അവരോട് ദൈവമുണ്ടെന്ന് ശത്രുക്കൾ കണ്ടെത്തി അത് ഏറ്റുപറഞ്ഞു. നമ്മുടെ ആരുടെയും അല്ലെങ്കിൽ വീട്ടിൽ, നമ്മുടെ പള്ളിയിലോ നമ്മുടെ വീട്ടിലോ ദൈവമുണ്ടെന്ന് നമ്മുടെ ശത്രുക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ടോ? ശത്രുക്കൾക്ക് ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അവരുടെ നാവിന് ബലമുണ്ടെങ്കിലല്ലേ സാക്ഷ്യം പറയാനൊക്കെ ഉള്ളൂ. അതിന് അവർക്ക് ആഹാരം കൊടുക്കുന്നത്. അത് തളർന്നു പോകരുത്. ശത്രു അത് നല്ലോണം വല്ലതും കഴിച്ച് നല്ലവണ്ണം വല്ലതും കുടിച്ച് നല്ല ആരോഗ്യത്തോടെ നമ്മുടെ അടുത്ത് വന്ന് ഈ വീട്ടിൽ ദൈവമുണ്ടെന്ന് ഞാൻ കണ്ടിരിക്കുന്നു, ഈ സങ്കേത ഭവനത്തിൽ ദൈവമുണ്ടെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു, ഈ പള്ളിയിലുണ്ടെന്ന് സാക്ഷ്യം പറയണം. അപ്പോൾ ഇവിടെ വന്ന് അനുഗ്രഹം ഭാവിച്ചെന്ന് പറഞ്ഞൊരു മർദ്ദമക്കാരൻ അച്ഛനെ കാണിക്കുന്ന ഒരാൾ ഇന്നലെ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞു പോയി. താൻ വലിയ സങ്കടത്തിലും ദുഃഖത്തിലൊക്കെ ആയിരുന്നു. മർദ്ദമക്കാരനാണെങ്കിലും ഇവിടുത്തെ വിശുദ്ധ കുർബാനയും ഇവിടുത്തെ ധ്യാനവും തനിക്ക് ആശ്വാസം ലഭിച്ചു, ഇവിടെ ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരാൾ സാക്ഷ്യം പറഞ്ഞിട്ട് പോയി. പല സാക്ഷ്യം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ പള്ളിയിലും
നമ്മുടെ ഉള്ളിലും ദൈവം ഉണ്ടെന്ന് ശത്രുക്കളെ കൊണ്ട് പറയിപ്പിക്കാനാണ് അവർ നീളാൾ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. ശത്രുക്കളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചാലേ ലോകത്തിനത് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. കൂട്ടുകാർ സാക്ഷ്യം പറഞ്ഞാൽ അത് പക്ഷം ചേർന്ന് പറഞ്ഞാന്ന് പറയും. ശത്രു പറഞ്ഞെങ്കിൽ അത് ശരിയാണെന്ന് വിശ്വസിക്കുള്ളൂ. അങ്ങനെയാണ് ശത്രുക്കൾ നീണാൾ ജീവിക്കേണ്ടത്. ശത്രു വേണ്ടേ? ആണ് റോമാലേഖനം 12 അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചാൽ നന്മയാൽ തിന്മയെ ജയിക്കുകയാണെങ്കിൽ അവസാനം തിന്മപ്പെട്ടവർ തന്നെ നമ്മുടെ നന്മയെ ഉദ്ഘോഷിക്കുമെന്നാണ് പറയുന്നത്. അതിനാണ് ഈ ലോകത്തിൽ എല്ലാ ജാതി മതസ്ഥരെയും ശത്രുക്കളായി കിട്ടിയിരിക്കുന്നത്. അവർ നമ്മൾ ദൈവത്തെ കണ്ട് കർത്താവിനെ സാക്ഷിക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വരുന്ന കർത്താവിൻ്റെ ജനന പെരുന്നാൾ ഈ വർഷമെങ്കിലും യേശുവിനെ ജനിപ്പിക്കുന്ന അമ്മമാരായി നമ്മുടെ ദേഹിയുടെ പ്രാണക്കുട്ടികൾ മാറുവാൻ, യേശുവിൻ്റെ അമ്മമാരായി ബേത്ലഹേമിൽ വിദ്വാൻമാരും അടയന്മാരൊക്കെ വന്ന് യേശുവിനെ നമസ്കരിച്ച പോലെ നമ്മുടെ യേശു കുഞ്ഞിനെ കണ്ട് ആരെങ്കിലും നമസ്കരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന് ഈ വർഷത്തെ 25 നോമ്പെങ്കിലും ഉതകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ നിറഞ്ഞ് സ്വയത്തെയും ജഡത്തെയും രാഹമോടെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ റോമാലേഖനം 8 അധ്യായത്തിൽ തൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ്: ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മളിപ്പോഴും അടിമകളാണോ? ജഡത്തിലുള്ളതായ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിൽ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിൽ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണമാണ്, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. അപ്പോൾ ദൈവം ഇതുവരെയും നമ്മിൽ പ്രസാദിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനിയും നമ്മുടെ ജഡസ്വഭാവത്തെ ഇനിയും കുരിശിക്കാനുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ വകയാണോ പിശാചിൻ്റെ വകയാണോ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ ശുദ്ധീകരണ പെരുന്നാളും പ്രതിഷ്ഠാ പെരുന്നാളും കഴിഞ്ഞ് ജനപ്പെരുന്നാളിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ വകയാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണം. ക്രിസ്തു നിങ്ങൾ ഉണ്ടെങ്കിലോ ശരീരം പാവം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റേ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പം നമ്മുടെ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിച്ച നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരം പോലെ ആകേണ്ടതാണോ? അപ്പോഴാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ നല്ല പൊരുത്തമായിരിക്കും. മണവാളൻ്റെയും മണവാട്ടിയുടെ ശരീരം ഒരുപോലെ, രണ്ടും തേജസ്സുള്ളതാണ്, സ്ഥലകാല പരിമിതിയില്ല, 100% ഒന്നാകാൻ സാധിക്കും. അങ്ങനെ മണവാട്ടിയെ ഒന്നാകുമ്പോൾ പിന്നെ മന്ദിരം കണ്ടില്ല എന്ന് പറയുന്ന വെളിപ്പാട് 21-21 നിവൃത്തിയാകും. നമ്മളിപ്പം മന്ദിരമാകണം. കർത്താവിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മന്ദിരമില്ല, അകത്താണ്. കർത്താവിൻ്റെ ഉള്ളിൽ മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശാചി നമ്മളെ തൊടാനൊക്കെയില്ല. നമുക്ക് യേശുവുമായിട്ട് ഒന്നാകാൻ സാധിക്കും. അതിന് ഈ വർഷത്തെ നമ്മുടെ സഭാജീവിതം ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ശുദ്ധീകരണ പെരുന്നാളും പ്രതിഷ്ഠാ പെരുന്നാളും കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടാത്ത ഏതെല്ലാം വശമുണ്ട്, ദൈവം പ്രതീക്ഷിച്ചിട്ടും കർത്താവ് സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞ എന്തെല്ലാം ഉണ്ട്, ഇതൊക്കെ ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ വരുന്ന 25 നോയമ്പിൽ വചനം വായിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായി നിൻ്റേതായി ദൈവരാജ്യത്തിന് നീതിയും സമാധാനം പരിശുദ്ധാത്മാവ് സന്തോഷം ആസ്വദിച്ച് മനുഷ്യർക്ക് കൊള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് പോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേൽക്കാനായിട്ട് തന്നെ.